ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ ഐറിസ് ദേനയ്ക്ക് നേരെ അന്തർവാഹിനി ആക്രമണം. കപ്പൽ മുങ്ങി 101 പേരെ കാണാതായി, 78 പേർക്ക് പരിക്കേറ്റു. ഇറാൻ യുദ്ധക്കപ്പൽ തകർത്തെന്ന് സ്ഥിരീകരിച്ച് അമേരിക്ക. തഞ്ചാവൂരിൽ നടൻ വിജയ് നയിച്ച TVK റാലിയിൽ അപകടം. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ പരിക്ക് ഗുരുതരം. CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കും. 3 തവണ വിജയിച്ചവരെ മാറ്റി നിർത്താൻ CPI. 6 സിറ്റിംഗ് MLA മാർ മാറി നിൽക്കും. തൃക്കാക്കരയിൽ സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ ബാസ്റ്റൻ സ്ഥാനാർത്ഥിയാകും. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന കടുത്ത നിലപാടിൽ G സുധാകരൻ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ VK വിജയൻ രാജിവെച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പത്മകുമാർ ജയിൽ മോചിതനായത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി കണ്ഠരര് രാജീവരെ കൊച്ചിയിൽ ED ചോദ്യം ചെയ്തു. സർക്കാരിന് തിരിച്ചടി. ഇടുക്കിയിലെ പട്ടയ വിതരണം വീണ്ടും തടഞ്ഞ ഹൈക്കോടതി. മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ വ്യക്തത വരുത്തണമെന്ന പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നും സൂചന. മലയാളം ഇനി ഭരണഭാഷ. മലയാള ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ.